സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സനു കീച്ചേരി അവറുകൾ, മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച സിസ്റ്റർ ബ്ലെസ്സി, അതുപോലെ എന്നെ ഈ മീറ്റിംഗിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത FGCയുടെ ജോയിന്റ് ട്രഷറർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഷാജി മാത്യു അവറുകൾ, ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനും തെലങ്കാനയിലെ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ സഹായമായിരിക്കുന്ന പ്രിയ കുമാർ ബ്രദർ, എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് രാത്രികാലം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എത്ര സമയമാണ് മീറ്റിംഗ്? 1 മണിക്കൂറെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാമോ എന്നുള്ളത്. ഹാലേലൂയ. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ക്രിസ്ത്യ ജീവിതം സമ്പൂർണ്ണ സമർപ്പണ ജീവിതമാണ്. ഭാഗികമായി സമർപ്പിച്ച് ജീവിക്കുവാൻ മറ്റു മതങ്ങൾക്ക് കഴിയും. ഹല്ലേലൂയ. ഏത് മതങ്ങളെ വിഭാഗങ്ങളെ എടുത്ത് പഠിച്ചാലും അവരുടെ വിശ്വാസത്തിന് ഭാഗികമായ സമർപ്പണം മാത്രമേ ആവശ്യമുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അവരുടെ മതവിശ്വാസം തടസ്സം നിൽക്കുന്നില്ല. എന്നാൽ ക്രിസ്ത്യ വിശ്വാസത്തിന് മാത്രമേ ഉള്ളൂ സമ്പൂർണമായ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. അതുകൊണ്ട് ആ റോമാലേഖനത്തിൽ പറയുന്നുണ്ട് 12-ാമത്തെ അധ്യായത്തിൽ, സഹോദരന്മാരെ, എല്ലാവർക്കും അറിയാവുന്ന വാക്യം, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും. ഒരു യാഗവസ്തു ഒരു യാഗപീഠത്തിന്മേൽ എപ്രകാരം ദഹിച്ചു മാറുന്നുവോ അതുപോലെയാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. പൂർണ്ണമായ സമർപ്പണം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നത് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഞാൻ മുഖവര പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇത് ആശ്രയ ജീവിതമാണ്. ക്രിസ്ത്യ ജീവിതം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കേണ്ട ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. വചനം പറയുന്നത്, യഹോവയാം യാഗിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു. വേറൊരു ഭാഗത്ത് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവും. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നു. മനുഷ്യരിൽ ആശ്രയിക്കുവാനോ അല്ലെങ്കിൽ ലോകത്തിൽ എവിടെയെങ്കിലും ആശ്രയിക്കുവാനോ ദൈവവചനം നമ്മളെ അനുവദിക്കുന്നില്ല. നമ്മുടെ ഏത് വിഷയത്തിന്മേലും, A to Z വിഷയത്തിന്മേലും ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന ദൈവഭക്തരെയാണ് ദൈവത്തിന് ഇഷ്ടം. ക്രിസ്ത്യ ജീവിതത്തിന്റെ മാത്രം പ്രത്യേകതയാണ് സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ജീവിതവും. അങ്ങനെയെല്ലാം ഹല്ലേലൂയ അനുഗ്രഹമായിരിക്കുമ്പോൾ ഹല്ലേലൂയ വചനം പറയുന്നത് ഇതൊരു പോരാട്ട ജീവിതമാണ്.
ഹാലലിയ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഏറ്റവും അധികം പോരാട്ടമുണ്ട്. അനേകർ ചിന്തിക്കുന്നത് സുവിശേഷ വേല എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു കണ്ടു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവുമില്ല, കുട്ടപ്പന്മാരായിട്ടിരിക്കുന്നു, ക്ലീൻ ഷേവ് ഉണ്ട്, എനിക്ക് മാത്രം മീശ ഉണ്ടെങ്കിലും ക്ലീൻ ഷേവ് ഒക്കെ ആയിട്ട് വളരെ സുമുഖന്മാരായിട്ടിരിക്കുന്നു, വളരെ സന്തോഷകരമായ അനുഭവമാണെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ലോകത്തിലുണ്ട്. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, സുവിശേഷ വേല എന്ന് പറയുന്നത് ലഘുവായ ജോലി, ധനമായ ശമ്പളം, വിശാലമായ ഭക്ഷണം, വിശാലമായ ഉറക്കം. ഒരു സുവിശേഷ വേലയ്ക്ക് ഒരാൾ കൊടുത്ത ഡെഫിനിഷൻ, അത് ക്രിസ്ത്യാനിയല്ല കൊടുത്തത്, ഒരു ഹിന്ദു ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഹിന്ദു വ്യക്തി ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് വന്നപ്പോൾ ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് കൊടുത്തൊരു ഡെഫിനിഷൻ എനിക്ക് അതിശയമായി പോയി. സാധാരണ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ പോരാട്ട ജീവിതമാണ് ക്രിസ്ത്യൻ ജീവിതം. എത്രയധികം പോരാട്ടങ്ങൾ ആ ജീവിതത്തിൽ കടന്നു വരുന്നത്. ഇതെല്ലാം ആണെങ്കിലും ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഇന്ന് രാത്രികാലം വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഇരിക്കുവാൻ ആഗ്രഹിക്കും. സംഖ്യാപുസ്തകം അതിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 14-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവന്റെ സന്തതി അത് കൈവശമാണ്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. വായിച്ച വേദഭാഗത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇതിൽ കൂടി പ്രബോധിപ്പിക്കാൻ അടിയനെയും കേട്ട അനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങളുടെ ജനത്തെയും കർത്താവ് ഒരുക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുതിയ ആലോചനകളാൽ ദൈവം നിറയ്ക്കണമെന്ന്, അത് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ശത്രുവിന്റെ എല്ലാ പോരാട്ടങ്ങളും കർത്താവ് വിടുവിക്കണം. ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ വചനം പഠിക്കുകയും ദൈവത്തിന്റെ വചനം വായിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ബൈബിളിലെ അനേക കഥാപാത്രങ്ങളെ ഇഷ്ടമാണ്. പഴയ നിയമത്തിലുള്ള അല്ലെങ്കിൽ പുതിയ നിയമത്തിലുള്ള ആരെയും നമ്മൾ മുഖാമുഖമായി കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് ചിലരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമുക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലയോ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തു എന്റേതാണെന്നൊരു ചിന്ത ഓരോരുത്തർക്കും തോന്നാറില്ലേ? നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തു എന്റേത് മാത്രമാണെന്നൊരു ചിന്ത വരും. അതൊരു വല്ലാത്ത, പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എന്താ അങ്ങനെ തോന്നുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പല കഥാപാത്രങ്ങളെയും നമുക്കറിയത്തില്ല, എങ്കിലും ചിലരെയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സഹോദരങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് ആരെ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ ചില ആൾക്കാർക്ക് പത്രോസിനെ ഇഷ്ടം, ചില ആൾക്കാർക്ക് പൗലോസിനെ ഇഷ്ടം, ചില ആൾക്കാർക്ക് പഴയ നിയമത്തിലെ മോശയെ ഇഷ്ടം. അങ്ങനെ വിവിധ നിലവാരങ്ങളില് ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പൊ എനിക്ക് ഈ കാലേബിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയാമോ, കാലേബിന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ ഈ ഭാവനയിൽ കാലേബിനെ കാണുമ്പോൾ ഒരു ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാലേബിനെ. അതുകൊണ്ടാണ് ഇത് ഇന്ന് രാത്രികാലം സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഇവിടെ പറയുകയാണ്, എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ട്. അപ്പോൾ ഇന്ന് രാത്രികാലത്തെ ഹെഡിങ് എന്നത് കാലേബ്. നമുക്കെല്ലാവർക്കും വ്യക്തിപരമായി ഓരോ സ്വഭാവമുള്ളവൻ. എന്നാൽ കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ലോകപ്രകാരമുള്ള ഒരു സ്വഭാവം കൊണ്ടും പറ്റത്തില്ല. ലോകപ്രകാരമുള്ള സ്വഭാവം കൊണ്ട് അവിടെ ചെല്ലുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാ പറയുന്നത്, തണ്ട് വെച്ച പടകും പ്രതാപമുള്ള കപ്പലും ഒന്നും അവിടെ ചെല്ലത്തില്ല. ഈ ലോകത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, ഞാൻ 50 കൊല്ലമായിട്ട് വിശ്വാസിയ, 40 കൊല്ലമായിട്ട് സുവിശേഷ വേല ചെയ്യുന്നുണ്ട്, 2000 പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് എന്നെല്ലാം പറയുവാനായിട്ട് കഴിയും. എന്നാൽ ഇതൊക്കെ പറയുമ്പോൾ യൂദായുടെ ലേഖനത്തിലെ ഒരു വാക്യമാണ് എന്റെ ഓർമ്മയിലേക്ക് വരുന്നത്. ദൈവം ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു, പക്ഷെ അനുസരിക്കാത്തവരെ മരുഭൂമിയിൽ സംഹരിച്ചു. ഇതൊക്കെ നമുക്ക് പ്രബോധനങ്ങളായിട്ട് നിലനിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിന്
ആകമാനമായ ഒരു മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയത്തു. ഇവിടെ വേറൊരു സ്വഭാവമുള്ള കാലേബ്. കാലേബിന്റെ 4 സ്വഭാവത്തെ കുറിച്ചാണ് ഇന്ന് രാത്രികാലം തുടർന്നുള്ള നിമിഷങ്ങളിൽ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. വേറൊരു സ്വഭാവമുള്ള കാലേബിന്റെ ജീവിതത്തിലെ 4 സ്വഭാവം. നമുക്കറിയാം, കാലേബ് എന്ന് പറയുന്നത് മോശ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി അയച്ച 12 പേരിൽ ഒരാളായിരുന്നു. രണ്ടാമത്തെ കാലേബിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഇറങ്ങി തിരിച്ചവരിൽ ഹല്ലേലൂയ കനാൻ ദേശത്ത് ചെന്ന 2 പേരിൽ ഒരാളായിരുന്നു കാലേബ്. എത്ര ഭാഗ്യമുള്ള വ്യക്തിയായിരുന്നു. 40 വർഷക്കാലവും ഹല്ലേലൂയ തന്റെ ജീവിതത്തില് ഹല്ലേലൂയ കനാൻ ദേശത്തിൽ എത്തണമെന്നുള്ള വാഞ്ചയോടുകൂടി, ഹല്ലേലൂയ തീഷ്ണതയോടുകൂടി, ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വ്യതിചലിക്കാതെ മുൻപോട്ട് പോയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു കാലേബ്. കാലേബിന്റെ ജീവിതത്തിലെ 4 ഗുണങ്ങളെ കുറിച്ച് ഇന്ന് രാത്രികാലം ഞാൻ പ്രസ്താവിക്കുമ്പോൾ, ഈ മെസ്സേജ് തീരുമ്പോൾ കാലേബിന്റെ ജീവിതത്തിലെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കും. പഴയ നിയമത്തിലെ ഭാഗങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ പ്രസംഗിക്കുന്നത്? ഏലിയാവിനെ കുറിച്ചും എലീശയെ കുറിച്ചും മോശയെ കുറിച്ചും കാലേബിനെ കുറിച്ചും രൂത്തിനെ കുറിച്ചും ഒക്കെ പ്രസംഗിക്കുന്നതിന്റെ കാരണം, അതിൽ നിന്നൊക്കെ ദൃഷ്ടാന്തങ്ങൾ എടുത്തിട്ട് അതിൽ ഹല്ലേലൂയ അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായി മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. കാലേബിന്റെ ജീവിതത്തിന്റെ 4 സ്വഭാവങ്ങൾ. ഒന്നാമത്തെ സ്വഭാവമാണ്, അവൻ വിശ്വാസത്തിന്റെ വാക്ക് പറയുന്നവനായിരുന്നു. സംഖ്യാപുസ്തകം 13-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്, എന്നാൽ കാലേബ് മോശയുടെ മുൻപാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, 12 പേര് കനാൻ ദേശം ഉറ്റുനോക്കുവാനായിട്ട് പോയി. നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈസി വേയിൽ കൂടി ഒന്നും നമുക്ക് ലഭിക്കത്തില്ല. ചില ആൾക്കാർ ചിന്തിക്കുന്നതിന്റെ കൂട്ട് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും പ്രാപിക്കാമെന്ന് വിചാരിച്ചാൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാൽ കിട്ടത്തില്ല. നമ്മുടെ ദൈവം മടിയന്മാരുടെ ദൈവമല്ല, അലസന്മാരുടെ ദൈവമല്ല. അപ്പൊ അവൻ കഠിനാധ്വാനികളോട് കൂടെ നിൽക്കുന്നു. ഹല്ലേലൂയ. 7 ശത്രുക്കളുടെ അധീനതയിൽ കിടക്കുന്ന ദേശം കൊടുത്തിട്ട് പറയുകയാണ്, ഇത് നിങ്ങളുടെ അവകാശമാണ്, ഈ അവകാശങ്ങൾ നിങ്ങൾക്കുള്ളതാ. അവര് പോയപ്പോ ശരിയാ, പാലും തേനും ഒഴുകുന്ന ദേശമാ, ഒരു മുന്തിരിക്കൊല 2 പേർ ചേർന്നാ ചുമന്നുകൊണ്ട് വരുന്നത്, വളരെ സമ്പൽ സമൃദ്ധമായ ദേശമാ, യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ആ ദേശം കൈവശമാക്കണമെങ്കിൽ അത് മുഴുവൻ ശത്രുവിന്റെ അധീനതയിൽ കിടക്കുകയാണ്. അപ്പോൾ ദൈവം പറയുകയാണ്, ഈ ശത്രുവിന്റെ അധീനതയിൽ കിടക്കുന്ന നിന്റെ അവകാശം നീ യുദ്ധം ചെയ്ത് കൈവശമാക്കണം. രാത്രികാലം പ്രിയമുള്ളവരെ, നമുക്ക് പല വാഗ്ദത്തങ്ങളും ദൈവം തന്നിട്ടുണ്ടെങ്കിലും ഈ വാഗ്ദത്തങ്ങളെല്ലാം തടസ്സം ചെയ്തിരിക്കുന്ന ശത്രുവായ ഒരു പിശാചുണ്ട്. നമ്മളാരും ദാനിയേലിനെക്കാട്ടിൽ വലിയ ആൾക്കാരൊന്നുമല്ല. ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടി 21 ദിവസക്കാലം തടഞ്ഞു വെക്കുവാൻ പിശാചിന് കഴിഞ്ഞെങ്കിൽ, ഈ സാധുക്കളായിരിക്കുന്ന നമ്മളുടെ മറുപടി തടയുവാൻ പിശാചിന് ഒരു പ്രയാസവുമില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അതിന്റെ പൂർത്തീകരണം, ഹല്ലേലൂയ, നിവർത്തീകരണം നമ്മൾ പ്രാപിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിൽ കഠിനാധ്വാനം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇവിടെ 10 പേരും നിരാശയുടെ വാക്കാ പറഞ്ഞു. അവര് പറഞ്ഞു, ദേശമൊക്കെ കൊള്ളാം, പക്ഷേ ഹല്ലേലൂയ അവിടെ അനാക്യ മല്ലന്മാരുണ്ട്. ഈ അനാക്യ മല്ലന്മാരുടെ മുൻപിൽ ഞങ്ങളെ തന്നെ വെട്ടിക്കിളികളെ പോലെ തോന്നി, അതുകൊണ്ട് നമുക്കത് കൈവശമാക്കുവാൻ പ്രയാസമാണെന്നൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ ഇവിടെ കാലേബ് പറയുകയാണ്, ഹല്ലേലൂയ നാം ചെന്നത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വിശ്വാസത്തിന്റെ വാക്ക് പറയുന്ന കാലേബ്. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തില്, ആകയാൽ യഹോവ എന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക, അനാക്യർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പുമുള്ളവയെന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോട് കൂടി ഉണ്ടെങ്കിൽ താൻ അരുളിച്ചതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാലേബിന്റെ വാക്കുകളാ പറയുന്നത്. വിശ്വാസത്തിന്റെ വാക്ക് പറയുന്ന കാലേബ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും പേര് വിശ്വാസികൾ എന്നാൽ അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിശ്വാസത്തിന്റെ വാക്ക് പറയുമെങ്കിലും പ്രതികൂലമായ സാഹചര്യങ്ങൾ നമ്മൾ അവിശ്വാസത്തിന്റെ വാക്ക് പറയുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഇവിടെ ഹാലലി യോബിന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഇയ്യോബ് പറയുകയാണ്, അവനെ കൊന്നാലും ഞാൻ അവന് വേണ്ടി തന്നെ കാത്തിരിക്കും. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 ബാലന്മാർ തീച്ചൂളയുടെ ആ ചൂടിന്റെ ഭയാനകത അറിഞ്ഞിട്ടും അവര് പറയുകയാണ്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. അഥവാ വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ സേവിക്കത്തില്ല. അതാണ് വിശ്വാസം. ഇവിടെ കാലേബ് വിശ്വാസത്തിന്റെ വാക്ക് പറയുകയാണ്, നമുക്കത് കൈവശമാക്കുവാൻ കഴിയും. കാരണം എന്താണെന്നറിയാമോ? ഈ 10 പേരും അനാക്യ മല്ലന്മാരെ നോക്കിയിട്ട് തങ്ങളിലേക്ക് തന്നെ നോക്കി. അവര് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളെ വെട്ടിക്കിളികളെ പോലെ തന്നെ തോന്നിയെന്ന. ഭൂരിപക്ഷം പറയുന്നതു നമുക്കത് കൈവശമാക്കുവാൻ കഴിയത്തില്ല. കാരണം അവർ തങ്ങളിലേക്ക് നോക്കി. എന്നാൽ കാലേബിനെ സംബന്ധിച്ചിടത്തോളം അനാക്യ മല്ലന്മാരെ നോക്കിയിട്ട് അവൻ ദൈവത്തിങ്കലേക്ക് നോക്കി. ദൈവത്തിങ്കലേക്ക് നോക്കിയപ്പോൾ അനാക്യ മല്ലന്മാർ ദൈവത്തിന്റെ മുൻപാകെ ഏതുമില്ല എന്ന് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് കാലേബ് പറയുന്നത്, നമുക്കത് കൈവശമാക്കുവാൻ കഴിയും. ബാലനായിരുന്ന ദാവീദ് ഹാലലിയ ശക്തനായ ഗോലിയാത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നിസ്സാരമായ കല്ലും കവണിയുമായിട്ടാണ് കടന്നു ചെല്ലുന്നത്. എന്നിട്ട് പറയുകയാണ്, നീ നിന്ദിച്ച ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ നിന്റെ അടുക്കലേക്ക് വരികയാണ്. അപ്പോൾ വിശ്വാസത്തോടു കൂടി ദാവീദ് മുൻപോട്ട് കാലുകൾ വെച്ചപ്പോൾ ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഹാലലി നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ അറിയാം, ദാവീദ് ഹാലലിയ കവണയിൽ ഒരു കല്ല് വെച്ച് ഗോലിയാത്തിന്റെ നെറ്റിക്ക് ഹാലലി എയ്തു. വിശ്വാസത്തിന്റെ ഹാലലിയ കല്ല് എയ്തപ്പോൾ അവിടെ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്, ഹാലലിയ ഗോലിയാത്ത് മുൻപോട്ട് കവണ വീണെന്ന് എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഫ്രണ്ടിൽ നിന്ന് നമ്മളെ ആരെങ്കിലും ഒന്ന് പുഷ് ചെയ്താൽ നമ്മൾ ബാക്കിലോട്ടേ വീഴത്തുള്ളൂ. സ്വാഭാവികമായിട്ടും ദാവീദ് എയ്ത കല്ല് ഗോലിയാത്തിന് നെറ്റിക്ക് കൊണ്ടെങ്കിൽ ഗോലിയാത്ത് പുറകോട്ടാ വീഴേണ്ടത്. എന്താണെന്നറിയാമോ? അതിൽ നിന്നൊരു ആത്മീക മർമ്മമുണ്ട്. വിശ്വാസത്തോടു കൂടി കാൽച്ചുവടുകൾ വെച്ച ദാവീദിന് വേണ്ടി ഞാൻ ചിന്തിക്കുന്നത്, ദൈവം ഒരു ദൂതനെ ഗോലിയാത്തിന്റെ പുറകിലേക്ക് നിർത്തി. അശൂർ പാളയത്തിൽ ഇറങ്ങിയ ദൂതനാണെങ്കിൽ എത്ര ശക്തനാ! 1,00,000 ചില്ലുവാനും ആൾക്കാരെ ഒറ്റ രാത്രി കൊണ്ട് കൊന്നത്. ഞാൻ ചിന്തിക്കുന്നത്, ഹാലലിയ ദാവീദ് എയ്ത കല്ലിന്റെ വലിപ്പം കൊണ്ടോ അതിന്റെ ആയം കൊണ്ടോ അല്ല ഗോലിയാത്ത് വീണത്. ദാവീദ് ഹാലിയ കല്ല് എയ്തപ്പോൾ ചെറിയ കല്ല്, ബാലനായിരിക്കുന്ന ദാവീദിന്റെ ഹാലിയ കവണിയിൽ നിന്ന് പോയ കല്ല് ആ ഗോലിയാത്തിന്റെ നെറ്റിയിൽ കൊണ്ടപ്പോൾ തന്നെ ഞാൻ ചിന്തിക്കുകയാണ്, പുറകിൽ നിന്ന ദൂതൻ ഗോലിയാത്തിനെ അടിച്ചു മുൻപോട്ടിട്ടു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശ്വാസത്തോടു കൂടി ഒരു ചുവടുകൾ വെക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ദൂതനെ അയക്കുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രികാലം മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ വിശ്വാസത്തിന്റെ വാക്ക് പറയുന്ന കാലം, വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസത്തിൽ മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ നമ്മളെ പോലെ സാമർഥ്യമുള്ള മറ്റാരുമില്ല. നമ്മൾ മറ്റുള്ളവരെ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് ബലപ്പെടുത്തും. പക്ഷെ ഹാലലിയ നമ്മുടെ കാലിൽ ഒരു കട്ടുറുമ്പ് കടിച്ചാൽ മതി, നമുക്ക് ആ ഡൗട്ടാ. ഹാലലി ഇരുട്ടത്ത് വെച്ചെങ്ങാണോ ആ കടിച്ചെങ്കിൽ ഇതിന് പാമ്പാണോ, ഹാലലി എന്തെങ്കിലും വിഷമുള്ളതാണോ എന്നൊക്കെ പറഞ്ഞ് ഹാലലിയ നമ്മള് ഹാലലി അവിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. ഹാലലി ഞാനൊരു അനുഭവം അതിൽ കൂടി പറയാം. തെലങ്കാനയിൽ ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ ചില നാളുകളില് ആദ്യമായിട്ടൊരു വ്യക്തി വിശ്വാസത്തിൽ വന്നു. ആദ്യമായിട്ട് ഹാലലി അവിടെ കാട് പിടിച്ച് നടന്ന അടുത്തൊരു പരസ്യയോഗം നടത്തിയപ്പോൾ ഹാലലി ആ കാടിന്റെ ഇടയ്ക്ക് നിന്ന് ഒരണലി വന്ന് ഈ വ്യക്തിയെ മാത്രം കടിച്ചു. 100-100 ചില്ലുവാനം ഗ്രാമവാസികൾ ഇരിക്കുന്നിടത്ത് വിശ്വാസത്തിൽ വന്ന യാക്കൂബ് എന്ന് പറയുന്ന പ്രായമായ വ്യക്തിയെ അണലി കടിച്ചു. അണലി അവർ തല്ലിക്കൊന്നു. ഞാൻ പോയിട്ട് അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ച് വിശ്വാസന്റെ വാക്കൊക്കെ പറഞ്ഞു, കർത്താവ് നിന്നെ വിടുവിക്കും, സൗഖ്യമാക്കും എന്നൊക്കെ പറഞ്ഞു. ആ പ്രാവപ്പെട്ടവൻ അത് അതേപടി അങ്ങ് ഏറ്റെടുത്തു. അവിടെ തന്നെ ഇരുന്നു. പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്ന എന്റെ ഭവനത്തിൽ വന്ന് എനിക്ക് അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിൽ അയാള് യാതൊരു ട്രീറ്റ്മെന്റും എടുത്തില്ല. എന്റെ ഒരു വിശ്വാസം അവിടെ പ്രാർത്ഥിച്ചപ്പോ വലിയ വിശ്വാസന്റെ വാക്കൊക്കെ
വാക്കൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ ഉള്ളിൽ അവിശ്വാസം കടന്നു വന്ന്, പ്രിയ ദൈവമേ ഹല്ലേലൂയ, പുള്ളിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അതിരാവിലെ ഞാൻ ഉണർന്ന് ആ ഗ്രാമത്തിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല. ഇന്നും അദ്ദേഹം ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു. കാരണം എന്താണോ, ഞാൻ പറഞ്ഞ വിശ്വാസത്തിന്റെ വാക്കുകൾ അദ്ദേഹം അതേപടി ഏറ്റെടുത്തു. പറഞ്ഞ എനിക്ക് അത്രത്തോളം വിശ്വാസമില്ലായിരുന്നെങ്കിലും ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ വിശ്വാസം വിടുതലായി പരിണമിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. അവിശ്വാസമുള്ള ഹൃദയത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് ദുഷ്ടഹൃദയമെന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ കാലേബ്, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തില് വിശ്വാസത്തിന്റെ വാക്ക് പറയണം. ഹല്ലേലൂയ. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം മനസ്സിലാക്കിയിട്ടും ഹല്ലേലൂയ അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. 75-ാമത്തെ വയസ്സിലാണ് വാഗ്ദത്തം കൊടുത്തത്. 100-ാമത്തെ വയസ്സിലാണ് വാഗ്ദത്തത്തിന്റെ നിവർത്തി പ്രാപിച്ചത്. നീണ്ട 25 വർഷക്കാലം അബ്രഹാം കാത്തിരുന്നു. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തില് ഹല്ലേലൂയ ഒരു വാഗ്ദത്തം കർത്താവ് തന്നെങ്കിൽ ഹല്ലേലൂയ വാഗ്ദത്തത്തിന്റെ നിവർത്തി പ്രാപിക്കണമെങ്കിൽ വിശ്വാസം വേണം, തൈഷ്ണത വേണം, ദീർഘക്ഷമ വേണം. ഇവിടെ വിശ്വാസത്തിന്റെ പോലെ നമുക്കാകാം. രണ്ടാമതായിട്ട് കാലേബിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നവനായിരുന്നു. നാം വായിച്ച കുറിവാക്യത്തില് ഹല്ലേലൂയ അത് പറയുന്നുണ്ട്, എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും. പൂർണ്ണമായിട്ട് അനുസരിച്ച വ്യക്തിയായിരുന്നു കാലേബ്. അനുസരണമാണ് അനുഗ്രഹത്തിലേക്കുള്ള ചവിട്ടുപടി. നമുക്കറിയാം, കാനാവിലെ കല്യാണ വീട്ടില് വീഞ്ഞു തീർന്നുപോയി. യാതൊരു സാധ്യതകളുമില്ല. കാരണം വീഞ്ഞെന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതിൽ നമ്മള് സാധാരണ രീതിയിൽ കല്യാണത്തിന് ചോറ് തീർന്നു പോയാൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവങ്ങൾ തീർന്നു പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കുവാനായിട്ട് കഴിയത്തില്ല. അവിടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്ക് അതേപടി അനുസരിച്ചപ്പോഴാണ് അവിടെ അത്ഭുതം നടന്നത്. അല്ല, അപ്പൊ അനുസരണമാണ് അത്ഭുതത്തിലേക്കുള്ള ചവിട്ടുപടി. ആ പത്രോസിന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പത്രോസിന് താൻ മീൻ പിടിക്കുന്ന തടാകത്തിന്റെ എല്ലാ വശങ്ങളും ഹല്ലേലൂയ എല്ലാം അറിയാവുന്ന വ്യക്തിയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ ആ വാക്ക് അതേപടി അനുസരിച്ച പത്രോസിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. ഇന്ന് രാത്രികാലം കാലേബ് പൂർണ്ണമായിട്ട് അനുസരിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. ഭാഗികമായിട്ട് അനുസരിക്കുന്നവരെ അല്ല ദൈവത്തിന് ആവശ്യം, പൂർണ്ണമായിട്ട് അനുസരിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും പൂർണ്ണമായിട്ട് ദൈവത്തെ അനുസരിച്ചാൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും ഹല്ലേലൂയ, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഹല്ലേലൂയ നമ്മൾ ഉപവസിച്ചിട്ടും ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ ജീവിതത്തില് പല വിഷയങ്ങൾക്കും മറുപടി കാണുവാൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ബാഹ്യമായിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നു എന്നൊക്കെ ഹല്ലേലൂയ പറയുമെങ്കിലും ഹല്ലേലൂയ നമ്മൾ പൂർണ്ണമായിട്ട് അനുസരിക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തില് അനുഗ്രഹങ്ങൾ പലപ്പോഴും ഡിലേ ആകുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ പൂർണ്ണമായിട്ട് വിശ്വസിച്ച അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ കാലേബ്, പൂർണ്ണമായിട്ട് അനുസരിച്ച കാലേബ്. മൂന്നാമതായിട്ട് സംഖ്യാപുസ്തകം 32-ാമത്തെ അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ കെനിസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവായും യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നത് കൊണ്ട് അവരല്ലാതെ മിസ്രയീമിൽ നിന്ന് പോകുന്നവരിൽ 20 വയസ്സിൽ മുതൽ മേലോട്ട് പ്രായമുള്ള ആരും കനാൻ ദേശത്തെത്തിയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാലേബിന്റെ മൂന്നാമത്തെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് പറ്റി നിന്ന കാലേബ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേകർ ദൈവത്തെ പറ്റിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒത്തിരി കാലം ദൈവത്തെ പറ്റിച്ച മനുഷ്യനാ. പ്രൈസ് ദി ലോർഡ്. 96-ലാണ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. സ്നാനപ്പെടുന്നതിന് മുൻപ് കർത്താവായ യേശുക്രിസ്തുവിന്റെ അഭിഷേകത്താൽ എന്നെ നിറച്ചു. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടുകളും ദർശനങ്ങളും ഒക്കെ കാണുവാനായിട്ട് തുടങ്ങി. കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചു. അതിൽ ഒരു പ്രാവശ്യമല്ല, അനേക പ്രാവശ്യങ്ങൾ വിളിച്ചു. ദൈവികമായ ചില വാഗ്ദത്തങ്ങളൊക്കെ തന്നു. പക്ഷെ ഞാൻ അതൊന്നും അനുസരിക്കാൻ തയ്യാറല്ലായി. പ്രൈസ്. അതിന്റെ പരിണിത ഫലമായിട്ട് ജീവിതത്തില് അനവധിയായ കഷ്ടങ്ങളും പ്രയാസങ്ങളും ശോധനകളും ഒക്കെ കടന്നു വരേണ്ടതായിട്ട് വന്നു. ഞാനിത് പറഞ്ഞതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ
എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഹാലലിയ കർത്താവിന്റെ വിളി ഉണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തില് ഹാലിൽ നിങ്ങൾ അങ്ങ് ഇറങ്ങുന്നതാണ് നല്ലത്. പ്രൈസ് ദി ലോർഡ്. യൗവനത്തിലെ തന്റെ സിഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുക. ഹാലലിയ അതിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട് ദുർദിവസങ്ങൾ വരെ വന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ ദുർദിവസം വന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് ഒരു വിളി വീണെങ്കിൽ അല്ലെ ഇറങ്ങുന്നതാ നല്ലത്. പ്രൈസ്. പിന്നെ മറുതലിച്ചു കഴിഞ്ഞാൽ കർത്താവ് അങ്ങനെ അല്ലെ വിട്ടുകൊടുക്കത്തില്ല. നമ്മളെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കത്തു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ സനുപാസ്റ്ററെ കൊണ്ട് ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കത്തില്ല. ദൈവത്തിന് ചില നിർബന്ധങ്ങളുണ്ട്. സ്തേഫാനോസ് ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ. ഹാലലിയ മനോഹരമായ പ്രസംഗമായിരുന്നു. ആ പ്രസംഗം എടുത്ത് പഠിച്ചാൽ എന്തോ ഒരു ആഴമായിരുന്നു. ന്യായപ്രമാണത്തിന്റെ ഒട്ടുമുക്കാലും കാര്യങ്ങള് ഹാലലിയ ആ മെസ്സേജിന്റെ അകത്തുണ്ടായിരുന്നു. പ്രസംഗത്തിന്റെ അവസാനം ശവസംസ്കാര ശുശ്രൂഷയും കൂടെ ആയിരുന്നു. ആരുടെ? സ്തേഫാനോസിന്റെ. ഒറ്റ പ്രസംഗം പ്രസംഗിച്ചു, അതോടുകൂടി അവന്റെ കാര്യം അവസാനിപ്പിച്ചു. അപ്പോസ്തലപ്രവൃത്തി 12-ാമത്തെ അധ്യായത്തിൽ ഹേരോദാവ് യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി. പത്രോസിനെ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് ദൂതനെ വിട്ട് പത്രോസിനെ വിടുവിച്ചു. ദൈവത്തിന് യാക്കോബിനെ വേണേ വിടുവിക്കരുതായിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുവാൻ ഒന്നും അവകാശമില്ല. അപ്പൊ ദൈവം ഒരാളെ കൊണ്ട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആ വ്യക്തിയെ കൊണ്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഹാലലിയ വേലയ്ക്കൊക്കെ വിളിയുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അങ്ങ് അനുസരിക്കുന്നതാണ് നല്ലത്. കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് വീട് വെച്ച് കല്യാണം കഴിച്ച് ഹാലലിയ. എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു സഹോദരൻ ഈ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ കിടന്നപ്പോൾ അദ്ദേഹം UK നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, എന്റെ സതീഷ് നീ ആക്റ്റീവായിട്ടുള്ള ഒരു സഹോദരനായിരുന്നല്ലോ UK. അത് കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് ശക്തമായിട്ട് വേല ചെയ്യും. നടക്കുന്ന കാര്യമാണ്? ഒരിക്കലും നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം ഹാലലിയ വേലയ്ക്ക് വിളിയുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അങ്ങ് അനുസരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ ഭാഗികമായിട്ട് 2009 തെലങ്കാനയിൽ പ്രവർത്തനം ആരംഭിച്ച് പോയും വന്ന് നിന്ന് 2020 ഒക്കെ ആയപ്പോഴത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ആരോടും അത് പറയത്തില്ലായിരുന്നു. കാര്യം ശക്തമായിട്ട് സംസാരിച്ചു. വേലക്കിറങ്ങണം. അവസാനം ഹാലലിയ ദൈവത്തിന്റെ കൈ ഭാരമായി ഹാലലിയ വല്ലാത്ത ഒരു അനുഭവത്തിലൊക്കെ കടന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് 2021 പൂർണ്ണമായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചത്. അതുകൊണ്ട് ഹാലലിയ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വചനം പറയുന്ന അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാട്ടിലും നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ. ആ സന്ദർഭവശാൽ ഞാനത് പറഞ്ഞു എന്നുള്ളൊരു മൂന്നാമത്തെ കാര്യമാണ് പൂർണ്ണമായിട്ട് പറ്റി നിന്ന കാലം. പൂർണ്ണമായിട്ട് പറ്റി നിന്നു. 91-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുകയാണ്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. ഈ പറ്റി നിൽക്കുക എന്ന് പറയുന്നതും പറ്റിച്ചു നിൽക്കുക എന്ന് പറയുന്നതും രണ്ടാണ്. ദൈവത്തെ ഒത്തിരി കാലം ഒന്നും പറ്റിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്നാൽ ദൈവത്തോട് പറ്റി നിന്നാൽ അതെല്ലാം ജീവിതത്തില് അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയായിത്തീരും. ഹാലലിയ. വിജയവാഡയിൽ എനിക്കൊരു ഒരു ദൈവദാസിയെ അറിയാം. സിസ്റ്റർ സുജാത റോയി എന്ന യൂട്യൂബിലൊക്കെ അവരുടെ മെസ്സേജ് കിടപ്പുണ്ട്. ഒരു ഇൻകം ടാക്സിലെ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് സിസ്റ്റർ സുജാത റോയിയെ കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ച സുജാത റോയിക്ക് കർത്താവിന്റെ വേല എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവര് പറഞ്ഞു, ഞാനൊരു സ്ത്രീയാണ്, ഞാൻ എങ്ങനെ കർത്താവിന്റെ വേല ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവം വ്യക്തമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തില് അവർ ജോലി റിസൈൻ ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം, കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്ത് വിജയവാഡയിൽ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, ഇപ്പോൾ വിജയവാഡയിൽ ഏകദേശം 300ഓളം വിശ്വാസികളുള്ള ഒരു ചർച്ചുണ്ട്. കഴിഞ്ഞ മാസത്തിന്റെ കഴിഞ്ഞ 2 മാസത്തിന് മുൻപ് ഹാലലിയ എന്റെ അവിടെ ഞങ്ങളുടെ മീറ്റിങ്ങിന് അവരെ കടന്നു വന്നിരുന്നു. ഹാലലിയ ഞാൻ സന്ദർഭവശാൽ സംസാരിച്ചപ്പോൾ എന്നോട് ഇപ്രകാരം പറഞ്ഞു, വിനോദ് ബ്രദറെ, കഴിഞ്ഞ 2 വർഷത്തിന് മുൻപായിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു വിജയവാഡയില് ചർച്ചിന് വേണ്ടി ഒരു സ്ഥലം വാങ്ങുവാനായിട്ട്. എന്നാൽ ഹാലലിയ മാനുഷികമായി ചിന്തിച്ചാല് അവിടെ 1 സെന്റ് സ്ഥലത്തിന് 10 ലക്ഷം രൂപ വിലയാ. ഒരു സാധ്യതകളുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 2 വർഷത്തിന് മുൻപ് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി നടത്തുന്ന ഒരു സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ഇവരുടെ അടുക്കൽ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു. അവരുടെ പറഞ്ഞു, ആ സഹോദരിയുടെ പ്രസംഗം ഞങ്ങൾ TV കേൾക്കാറുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ട് ഹാലലിയ അവര് പോകാൻ നേരം ആ സഹോദരി പറഞ്ഞു, ഞങ്ങൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഹാലലിയ ദൈവദാസിക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. ഹാലലിയ ഞങ്ങളുടെ ഉള്ളിൽ ഒരു പ്രേരണയുണ്ട്. വിജയവാഡയില് ഹാലലിയ ടൗണില് ഞങ്ങൾക്കൊരു 30 സെന്റ് സ്ഥലം കിടപ്പുണ്ട്. ഹാലലിയ അത് ചർച്ചിന് വേണ്ടി എഴുതി തരികയാണ്. ഈ സഹോദരി സ്തംഭിച്ചു പോയി. പൂർണ്ണമായിട്ട് പറ്റി നിന്ന
ഹാലലിയ സഹോദരിക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. 3 കോടി രൂപ വിലയുള്ള സ്ഥലം ഫ്രീ ആയിട്ട് എഴുതി കൊടുത്തു. ആ സഹോദരി പറയുകയായിരുന്നു, 2 കൊല്ലം കൊണ്ട് എനിക്ക് കിട്ടിയ സ്വോത്രകാഴ്ചയും ദശാംശവും ഒക്കെ ചേർത്ത് 4-5 ലക്ഷം രൂപ കൊണ്ട് അല്പം മണ്ണിട്ട് അത് ലെവൽ ചെയ്തിട്ടു. ഹാലലിയ 6 മാസത്തിന് മുൻപ് ആ ഫാമിലി വീണ്ടും ഇവരുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ദൈവദാസി അവിടെ ഒന്നും പണിഞ്ഞു കണ്ടില്ലല്ലോ ഹാലലിയ എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു, ഇനിയും വിഷമിക്കണ്ട, ഞങ്ങൾ ഒരു ചർച്ച് പണിഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് 3 നിലയുള്ള ഏകദേശം 4 കോടി രൂപ മുടക്കി 3 നിലയുള്ള മനോഹരമായ ഒരു ചർച്ച് ബിൽഡിംഗ് ആ ദാസിക്ക് വേണ്ടി ദൈവം പണിതു കൊടുത്തു. ഇന്ന് രാത്രികാലം ഞാൻ എന്തുകൊണ്ടാ സാക്ഷ്യം പറഞ്ഞെന്നറിയാമോ? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഹാലലിയ ജീവിതത്തില് എങ്ങനെ മുൻപോട്ട് പോകും, എങ്ങനെ കാര്യങ്ങൾ സാധ്യമാകും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ഹാലിൽ ഒരിക്കലും ഇറങ്ങുവാൻ കഴിയത്തില്ല. ഇവിടെ കാലേബിനെ പോലെ പൂർണ്ണമായി പറ്റി നിന്നാൽ, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. ഹാലലി യിരെമ്യാവിന്റെ പ്രവചനത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തില് ഇപ്രകാരം പറയുന്നുണ്ട്, കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും യഹൂദ ഗൃഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി, അവർക്ക് അനുസരിപ്പാൻ മനസ്സായില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം ഇസ്രായേൽ ജനത്തോട് അങ്ങ് പറ്റി നിൽക്കുവാൻ ആഗ്രഹിക്കുക. നമുക്കറിയാമല്ലോ, നമുക്ക് ചില ആൾക്കാരോട് ഇങ്ങനെ പറ്റി നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ പറ്റി നിൽക്കുന്നത് പോലെ ഹാലലിയ നമ്മള് ദൈവത്തോടെ പറ്റി നിൽക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. 119-ാമത്തെ സങ്കീർത്തനത്തില് പറയുന്നുണ്ട്, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു. രൂത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഹാലലിയ ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു, രൂത്തോ അവളോട് പറ്റിയിരുന്നു. ഇത് രാത്രികാലം ഹാലലിയ കാലേബിന്റെ 3-ാമത്തെ സ്വഭാവമാണ് ഹാലലിയ പൂർണ്ണമായിട്ട് പറ്റി നിന്ന കാലേബ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തോട് പൂർണ്ണമായിട്ട് പറ്റി നിൽക്കാം. ഈ ദൈവത്തെ പോലൊരു ദൈവം വേറെ ഉണ്ടോ? നമുക്കറിയാമല്ലോ, ഹാലലിയ ലോകത്തില് ഇത്രയധികം നമ്മെ സ്നേഹിച്ച, എത്രയോ പ്രാവശ്യം അനുസരണക്കേട് കാണിച്ചിട്ടും ഹാലലിയ നമ്മളോട് കരുണ കാണിച്ച ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് മനസ്സലിഞ്ഞ ഒരു ദൈവം. ഹാലലിയ ആ ദൈവത്തെ പോലൊരു ദൈവമുണ്ട്. ആ ദൈവത്തോടെ പറ്റി നിൽക്കുന്നത് ആ ദൈവത്തിന് ഇഷ്ടം. നമ്മളെപ്പോഴും ദൈവത്തോടെ പറ്റി നിൽക്കണം. ഹാലലിയ ദൈവത്തിന് അങ്ങനെ ഒരു ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എല്ലാ കാര്യത്തിലും ഹാലലിയ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകണം. ഞാൻ ഇപ്രകാരം ഹാലലിയ സാജു ജോൺ പാസ്റ്റർ പറഞ്ഞ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞ ഒരു മെസ്സേജ്, ഒരു കഥ ഞാൻ ഇപ്രകാരം ഓർക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാമെങ്കിലും സന്ദർഭവശാൽ അതൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ പിശാച് കുമ്പനാട്, പുല്ലാട്, കോഴഞ്ചേരി ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഹാലലിയ ആ പിശാച് ഓരോ വീടുകളിൽ പോകുമ്പോഴും 4 മണിക്ക് ആളുകൾ എഴുന്നേറ്റ് മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുന്നു. 4 മണി മുതൽ 6 മണി വരെ മോർണിംഗ് പ്രയർ. ഹാലലിയ സന്ധ്യയ്ക്ക് 6 മണി മുതൽ 9 മണി വരെ പ്രാർത്ഥന. ഹാലലിയ അവിടെ അച്ചായനും അമ്മച്ചിയും ഉണ്ട്. കപ്പ നടാൻ പോകുമ്പം ഹാലലിയ അച്ചായൻ സ്തോത്രം പറഞ്ഞുകൊണ്ട് കപ്പ നടുന്നു. ഹാലലിയ അമ്മാമ്മ ഹാലലിയ അമ്മച്ചി അടുപ്പയിൽ അരി ഇടുമ്പം സ്തോത്രം പറഞ്ഞുകൊണ്ട് അരി ഇടുന്നത്. ഹാലലിയ എന്ത് പറഞ്ഞാലും എല്ലാ കാര്യത്തിലും ദൈവത്തിൽ അങ്ങ് ആശ്രയിക്കുക. അപ്പം സാജു ജോൺ മാത്യു പറഞ്ഞത്, ഇയ്യോബിനെ പരീക്ഷിച്ച പിശാച് അവിടെയും വന്നതെന്നാ പറഞ്ഞത്. നേരെ അദ്ദേഹം ഈ പിശാച് ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഹാലലിയ ഞാൻ കുമ്പനാട്, പുല്ലാട്, കോഴഞ്ചേരി ഭാഗത്തൊക്കെ പോയിട്ട് വരുവാന്ന് പറഞ്ഞു. അപ്പൊ ദൈവം പറഞ്ഞെന്നാ പറയുന്നത്, അപ്പൊ അവിടെയൊക്കെ എന്റെ ദൈവഭക്തന്മാരുണ്ട്, അവർ ഏത് കാര്യം വേണമെങ്കിൽ എന്നെ ആശ്രയിക്കും. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണമെങ്കിൽ എന്നോട് പ്രാർത്ഥിച്ചിട്ടേ വിടത്തുള്ളൂ. അവർക്ക് ഫീസ് കൊടുക്കണമെങ്കിൽ എന്നെ ആശ്രയിക്കും. ഒരു കപ്പ നടണമെങ്കിൽ എന്നെ ആശ്രയിക്കും. A-to-Z കാര്യങ്ങൾ അവർ ചെയ്യണമെങ്കിലും ഹാലലിയ എന്നോടൊക്കെ ചോദിച്ച് ഹാലലിയ ചെയ്യത്തുള്ളെന്ന് പറഞ്ഞു. അപ്പം ഹാലലിയ പിശാച് പറഞ്ഞു, അതെന്താ കാര്യം എന്നറിയാവോ? അവർക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാ. അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ഹാലലിയ നിന്നിൽ ആശ്രയിക്കുമല്ലാതെ അവരെല്ലാം ഗതികെട്ടിരിക്കുക. ഒരു കാര്യം ചെയ്യുക, അവരെ സമൃദ്ധിയായിട്ട് ഹാലലിയ സാമ്പത്തികമായിട്ടൊന്ന് ഉയർത്തി നോക്കാമെങ്കിൽ ഇതെല്ലാം മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പം പിശാചിനോട് പറഞ്ഞു, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഹാലലിയ സാമ്പത്തികമായിട്ട് ഹാലലിയ ഉയർച്ച പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ സന്ധ്യാരാധനയും പോയി, എല്ലാം പോയി. കാരണം ഇപ്പൊ ദൈവത്തിൽ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ആശ്രയിക്കുന്നത് മുഴുവൻ ലോകത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ എന്റെയും ഹാലലിയ നമ്മളുടെ എല്ലാം ജീവിതത്തിലെ അനുകൂലമായ
സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാതെ മുൻപോട്ട് പോകും, ദൈവത്തോടെ പറ്റി നിൽക്കാതെ മുൻപോട്ട് പോകുന്ന ജീവിതാനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ഞാൻ സന്ദർഭവശാൽ അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, എങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാത പ്രാർത്ഥനകളും ഹല്ലേലൂയ സന്ധ്യാപ്രാർത്ഥനകളും എല്ലാം വിശ്വാസികളുടെ ഭവനങ്ങളിൽ നിന്ന് പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആത്മീക തീഷ്ണത ഹല്ലേലൂയ കേരളക്കരയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ നടുവില് ഹല്ലേലൂയ പൂർണ്ണമായി ഹല്ലേലൂയ ദൈവത്തോട് പറ്റി നിന്ന കാലേബ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് നമ്മൾ പറ്റി നിൽക്കുന്നതാ. A to Z കാര്യങ്ങൾക്കും ദൈവത്തോട് പറ്റി നിൽക്കുന്നവരെയാ ദൈവത്തിന് ഇഷ്ടം. പ്രൈസ്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, അയ്യോ കർത്താവിനോട് ഈ കാര്യം എങ്ങനെയാ ചോദിക്കുന്നത്, ദൈവത്തിനൊന്നും തോന്നുന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ 2005 സാമ്പത്തികമായിട്ട് വലിയ തകർച്ചയിൽ പോയ ഒരു വ്യക്തിയാണ്. എന്റെ ബിസിനസ് എല്ലാം തകർന്ന്, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന വീട് വരെ ബാങ്കിന്റെ ജപ്തിയായി, അല്ലെങ്കിൽ വലിയ കടബാധ്യതകൾ, ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതകളെല്ലാം ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ എൻ്റെ വീടിന്റെ മുകളിലത്തെ നിലയിൽ അതിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കും, ദൈവമേ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച ഞാൻ ഒരു മുഴം കയറിൽ തൂങ്ങി നിൽക്കുന്നത് ഹല്ലേലൂയ ദേശം കാണുവാൻ ഇടയാകരുത്. എന്നാൽ ഹല്ലേലൂയ നിനക്ക് എന്നെ വിടുവിക്കുവാൻ കഴിയത്തില്ലെങ്കിൽ ഹല്ലേലൂയ നോർമലായ ഒരു മരണം തന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തണമേ എന്ന് അനേക പ്രാവശ്യം ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വാക്യമുണ്ടായിരുന്നു, ഹല്ലേലൂയ ലോകത്തിലുള്ള ഒരു മനുഷ്യനിലും ആശ്രയിക്കാതെ ഞാൻ നിന്നോട് പറ്റി നിൽക്കുന്നു, നീ മാത്രം എന്നെ സഹായിക്കണം. ലോകത്തിലെ മനുഷ്യൻ എന്നെ സഹായിച്ചാൽ അവരോട് ഞാൻ കടപ്പെട്ടിരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അവിടുന്ന് എന്നെ സഹായിച്ചാൽ ഹല്ലേലൂയ എനിക്ക് അങ്ങയോട് മാത്രം കടപ്പാട് മതി. ഹല്ലേലൂയ ഇങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു സ്നേഹിതനോട് ഹല്ലേലൂയ സംസാരിക്കുന്നത് പോലെ പലപ്പോഴും ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിച്ച സന്ദർഭങ്ങള് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, മാനുഷികമായി ഒരു വ്യക്തികളുടെയും സഹായമില്ലാതെ എന്റെ ജീവിതത്തില് ഹല്ലേലൂയ ഞങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങളുടെ നടുവില്, കടഭാരങ്ങളുടെ നടുവില് ദൈവം ഹല്ലേലൂയ ഞങ്ങളെ ഹല്ലേലൂയ വിട്ടുവിക്കുവാൻ ഇടയായിത്തീർന്നു. ഈ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നത്. ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നാൽ, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവത്തോടെ പറ്റി നിന്നാൽ ഹല്ലേലൂയ ദൈവം അവനെ വിടുവിക്കും. പൂർണ്ണമായി ദൈവത്തോടെ പറ്റി നിൽക്കണം, ഭാഗികമായി ദൈവത്തോടെ പറ്റി നിൽക്കുകയല്ല. പണ്ട് ഞാൻ സുവിശേഷ പ്രവർത്തനവുമായിട്ട് പോകുമ്പോൾ ഹല്ലേലൂയ ഭവനങ്ങളിൽ പോയി സുവിശേഷം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ ഞാനൊരു മർത്തോമാക്കാരനായിട്ടുള്ള വ്യക്തിയുടെ അടുക്കൽ സുവിശേഷം പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തോടെ പറ്റി നിൽക്കാതെ അവൻ പറയുകയാണ്, എന്റെ പ്രതിസന്ധികളില്, എന്റെ പ്രശ്നങ്ങളില് ഹല്ലേലൂയ ഇതൊരു സഹായകമായി തീരുമെന്ന് ഞാൻ ചിന്തിച്ചു. ഇന്ന് രാത്രികാലം ദൈവത്തോടെ പൂർണ്ണമായിട്ട് പറ്റി നിന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് വിട്ടുവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. കാലേബിന്റെ 3 സ്വഭാവങ്ങളാണ് ഞാൻ പറഞ്ഞു. ഒന്ന്, വിശ്വാസത്തിന്റെ വാക്ക് പറയുന്നവൻ. രണ്ടാമതായിട്ട് പൂർണ്ണമായിട്ട് അനുസരിക്കുന്ന കാലേബ്. മൂന്നാമതായിട്ട് പൂർണ്ണമായിട്ട് പറ്റി നിൽക്കുന്ന കാലേബ്. പ്രൈസ് ദി ലോർഡ്. നാലാമതായിട്ട് ഹല്ലേലൂയ കാലേബിന്റെ 4ാമത്തെ സ്വഭാവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ കാലേബ് വാക്ക് പാലിക്കുന്നവനായി. പ്രൈസ് ദി ലോർഡ്. കാലേബ് വാക്ക് പാലിക്കുന്നവനായിരുന്നു. യോശുവയുടെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തില് കാലേബ് ഇപ്രകാരം പറയുന്നുണ്ട്, കിര്യത്ത് സേഫർ ജയിക്കുന്നവന് ഞാൻ എന്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കുമെന്ന് കാലേബ് പറഞ്ഞു. കാലേബിന്റെ സഹോദരനായ കെനസിന്റെ മകൻ ഒത്നിയേൽ അതിനെ പിടിച്ചു. അവൻ തന്റെ മകൾ അക്സയെ അവന് ഭാര്യയായിട്ട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. വാക്ക് പാലിക്കുന്നവനായിരുന്നു കാലേബ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളായിരിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ വാക്ക് പാലിക്കുന്നവരായിരിക്കണം. പക്ഷെ എനിക്ക് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. 2007 ഹല്ലേലൂയ 21 ദിവസക്കാലം ഉപവസിക്കുമ്പോൾ ഞാൻ എന്റെ ഡയറിക്കകത്ത് ഇപ്രകാരം എഴുതി. ഉപവാസത്തിന്റെ ആദ്യത്തെ ദിവസം വലിയ മനോഹരമായ മലയാളം അക്ഷരത്തിൽ ഇപ്രകാരം എഴുതി, കർത്താവേ എനിക്ക് ഇത്രത്തോളം പ്രതികൂലങ്ങളുണ്ട്, വലിയ കടഭാരങ്ങളുണ്ട്, ഈ കടമെല്ലാം മാറ്റി, ഈ കടങ്ങൾ മാത്രം മാറി ഹല്ലേലൂയ എന്നെ ഒന്ന് സ്വതന്ത്രനാക്കിയാൽ ഞാനൊരു ട്രാക്ട് അടിക്കും. ട്രാക്ടിന്റെ പേരെന്താണെന്നറിയാം? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവം എന്നെ വിടുവിച്ച വിധങ്ങളെ കുറിച്ച് ഞാനൊരു ട്രാക്ട് അടിക്കും. പിന്നെ ലോകപ്രകാരമുള്ള ഒരു കാര്യത്തിനും പോകത്തില്ല, പൂർണ്ണമായിട്ട് സുവിശേഷ വേല ചെയ്യും എന്നെല്ലാം ദൈവത്തോട് വാക്ക് പറഞ്ഞു. പക്ഷെ ഞാൻ വാക്ക് പാലിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടബാധ്യതകളൊക്കെ ദൈവം മാറ്റി തന്നു, നഷ്ടമായതെല്ലാം ദൈവം ഇരട്ടിയായിട്ട് തന്നു. പക്ഷേ ഹല്ലേലൂയ എനിക്ക് വാക്ക് പാലിക്കുവാൻ കഴിഞ്ഞില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് അപ്രകാരമുള്ള അനുഭവങ്ങള്
കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട്. പഴയ നിയമത്തില് നമുക്കറിയാമല്ലോ ഹാലലി ഒരു വ്യക്തിയെ കുറിച്ച് ഹാലലി അദ്ദേഹം ഹാലലി പറയുകയാണ്, ഞാൻ യുദ്ധം ജയിച്ച് മടങ്ങി വന്നാൽ, ഇത്താഹ് പറയുകയാണ്, യുദ്ധം ജയിച്ച് മടങ്ങി വന്നാൽ എന്നെ എതിരേൽക്കുന്നത് നിനക്ക് ഞാൻ നിവേദിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞിട്ടൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ആവേശത്തിന് അങ്ങ് പറഞ്ഞതാ. പക്ഷേ അവിടെ എതിരേറ്റു വന്നത് ആരാ? തന്റെ ഏക മകൾ. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ. പ്രിയമുള്ളവരെ, ഹാലലിയ വാക്ക് പാലിക്കുന്ന ഹാലലിയ വ്യക്തിയെ നമുക്കവിടെ കാണുവാനായിട്ട്. ഇവിടെ കാലേബ് പറയുകയാണ്, ഹാലലിയ കിര്യത്ത് സേഫർ ജയിക്കുന്നവന് ഞാൻ എന്റെ മകൾ അക്സയെ ഭാര്യയായിട്ട് കൊടുക്കും. കിര്യത്ത് സേഫർ ജയിച്ചാൽ ഞാൻ എന്റെ മകൾ അക്സയെ ഭാര്യയായിട്ട് കൊടുക്കും. അങ്ങനെ ഹാലലിയ കെരസിന്റെ മകൻ ഒത്നിയേൽ അതിനെ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഹാലലിയ അദ്ദേഹം തന്റെ മകൾ അക്സയെ അവന് ഭാര്യയായിട്ട് കൊടുക്കുന്നത് കാണുവാനായിട്ട് കഴിയും. വാക്ക് പാലിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. നേരുകയും അത് നിവർത്തിക്കുകയും ചെയ്യുക. ഒരു ദൈവഭക്തന്റെ ഏറ്റവും വലിയ ഒരു ഗുണമാണ് ഹാലലിയ നേരുകയും അത് നിവർത്തിക്കുകയും ചെയ്യുക. ഹാലലിയ കാലേബിന്റെ ഹാലലിയ സ്വഭാവമായിരുന്നു വാക്ക് പാലിക്കുന്നവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നാം വാക്ക് പാലിച്ചാൽ ദൈവം നമ്മളോടും ഹാലലിയ കരുണ കാണിക്കുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാർ പറയാറുണ്ട്, ഹാലലിയ വാക്കല്ലേ മാറാൻ പറ്റത്തുള്ളൂ, വേറെ എന്തെങ്കിലും മാറാൻ പറ്റും. വാക്കല്ലേ മാറാൻ പറ്റത്തുള്ളൂ, വേറെ എന്തെങ്കിലും മാറാൻ പറ്റും. എന്നാൽ ചില ആളുകളുണ്ട് ഹാലലിയ അവരൊരു വാക്ക് പറഞ്ഞാൽ അത് മാറത്തില്ല. അതിന്റെ പുറകിൽ എത്ര നഷ്ടമെന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും അവര് ആ വാക്കു മാറത്തില്ല. ഇവിടെ കാലേബ് ഹാലലിയ വാക്ക് പാലിക്കുന്നവനായിരുന്ന കാലേബ്. ഇന്ന് രാത്രികാലം ഹാലലിയ ഞാൻ എൻ്റെ ഹാലലിയ മെസ്സേജിന് വിരാമം കുറിക്കുവാനായിട്ട് പോവുകയാണ്. കാലേബിന്റെ 4 സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവമായി മാറ്റപ്പെടണം. വിശ്വാസികളായിരിക്കുന്ന നമ്മൾ വിശ്വാസത്തിന്റെ വാക്ക് പറയണം. ഹാലലിയ വിശ്വാസത്തിന്റെ വാക്ക്. എപ്പോഴും നമ്മൾ വിശ്വാസത്തിന്റെ വാക്ക് പറയുമ്പോൾ ഹാലലിയ വിശ്വാസം ഹാലലിയ അത് വിടുതലായി പരിണമിക്കും. ഹാലലിയ ഹാലലിയ അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുമെന്ന് പ്രതികൂലത്തിന്റെ നടുവിൽ മരണത്തെ മുഖാമുഖം കാണുന്ന യോബ് പറഞ്ഞുവെങ്കിൽ അത് നമുക്ക് ദൃഷ്ടാന്തമായി നിലനിൽക്കുകയാണ്. വിശ്വാസത്തിന്റെ വാക്ക് പറയുന്ന കാലേബ്. ഹാലലിയ പ്രതിസന്ധികളിൽ വലുതാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഹാലലിയ ഞാൻ വിശ്വാസത്തിലൊക്കെ വന്നിട്ട് ഹാലലിയ ഗൾഫിൽ നിന്ന് അവസാനമായിട്ട് വരുമ്പോഴാണ് അതിന്റെ ആഴം എനിക്ക് മനസ്സിലായി. തിരുവനന്തപുരം എയർപോർട്ടിലോട്ട് വിമാനം ഇറങ്ങുവാൻ ലാൻഡ് ചെയ്യുവാനായിട്ട് പോയപ്പോൾ ഞാനത് ചെറുപ്പമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഞാൻ സാധാരണ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യം കാലേബ് ഹാലലിയ ഭൂമിയിൽ അക്ഷരികമായ രാജ്യം അവകാശമാക്കിയെങ്കിൽ ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തില് ആത്മീകമായ സ്വർഗരാജ്യം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് അവകാശമാക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകണം. കാലേബിന്റെ സ്വഭാവം നമ്മുടെ സ്വഭാവമായി മാറ്റപ്പെടണം. വിശ്വാസത്തിന്റെ വാക്ക് പറയുന്ന, പൂർണ്ണമായി അനുസരിക്കുന്ന, പൂർണ്ണമായി പറ്റി നിൽക്കുന്ന, വാക്ക് പാലിക്കുന്ന സ്വഭാവത്തിന് ഉടമകളായി മാറ്റപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവിനോടുകൂടെ അവന്റെ രാജ്യത്തിൽ നമുക്കും അല്ലെങ്കിൽ അതിന് അവകാശങ്ങളായിത്തീരും, അനിടയായിത്തീരും. അവനോട്